ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആയിരിക്കും. കാരണം മിസ്റ്റർ ഒളിമ്പിയ, അതായത് 6 ടൈം മിസ്റ്റർ ഒളിമ്പിയ ആയിട്ടുള്ള ക്രിസ് ബംസിൻ്റെ ബമ്മിൻ്റെ ബാക്ക് വർക്കൗട്ട് സ്പ്ലിറ്റാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെ പുൾ ഓഫ് ചെയ്യുമെന്നാണ് ഫസ്റ്റ് ആലോചിച്ചത്. കാരണം ദ ബാക്ക് വർക്കൗട്ട് ഈസ് ഇൻസെയിൻ. അപ്പം ആ വർക്കൗട്ട് സ്പ്ലിറ്റ് ഇന്ന് ചെയ്യാൻ പോയി. ഇന്നിപ്പോൾ ജിമ്മിൽ ആരുമില്ല, സൺഡേ ആണ്. എനിക്ക് വേണ്ടി ജിം ഓണർ ഈ ജിമ്മ് ശരിക്കും പറഞ്ഞാൽ വിട്ടു തന്നേക്കുവാണ്. ഈ കംപ്ലീറ്റ് ജിമ്മിൽ ആരുമില്ല. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഓക്കെ, എൻ്റെ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഈ ജിമ്മിൻ്റെ ആ ഒരു പ്രിമൈസസ് അവരെനിക്ക് വിട്ടു തന്നു. എനിക്കിവർ നേരത്തെ പരിചയമൊന്നുമില്ല. ഞാൻ സ്ഥിരം വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ജിമ്മ്. ആൻഡ് എനിക്കിവരുമായിട്ട് പേഴ്സണലി ഒരു അടുപ്പവും കാര്യങ്ങളും ഒന്നുമില്ല. ബട്ട് ഹി വാസ് ദെയർ and now the full gym is mine just for the video, and I felt really good and thank you for the support. കാരണം ഇതുപോലത്തെ ജിം ഓണേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. അവർക്ക് ഇതിനകത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല, പക്ഷേ ദേ സ്റ്റിൽ ഹെൽപ്പ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടം. ദ പീപ്പിൾ അറൗണ്ട് മീ ആർ ലൈക്ക് സോ പോസിറ്റീവ് ആൻഡ് യു വിൽ ആൾസോ ഫീൽ ദ സെയിം പോസിറ്റിവിറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫീൽഡിൽ അധികം നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കുറവാണ്. അധികം നെഗറ്റീവ് പറയുന്ന ആൾക്കാർ കുറവാണ്. എല്ലാവരും ഓപ്പൺ മൈൻഡഡ് ആണ്. എല്ലാവർക്കും ഒരേ മെൻറ്റാലിറ്റിയാണ്, ടു ബിൽഡ് യുവർ സെൽഫ് ആൻഡ് ഗ്രോ. അപ്പം ആ മെൻറ്റാലിറ്റി കൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ആൻഡ് ഐ ഫെൽ വെരി താങ്ക്ഫുൾ റൈറ്റ് നൗ. സോ അതുകൊണ്ട് നമുക്ക് സമയം കളയണ്ട. നമുക്ക് ഇന്ന് ഈ ജിമ്മിൽ മാക്സിമം എടുക്കാൻ പറ്റുന്ന കോണ്ടൻറ്റ് മൊത്തം എടുക്കണം. അപ്പോൾ ഇന്ന് ബാക്ക് വർക്കൗട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ക്രിസ് ബംസ്റ്റൻ്റെ ബാക്ക് വർക്കൗട്ട് സ്പ്ലിറ്റാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻസെയിൻ. സോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലാറ്റ് പുൾ ഡൗണിൽ നിന്നാണ്. ആകെ 4 വേരിയേഷൻ 5 വേരിയേഷനും കണ്ടേ ഉള്ളൂ. അപ്പോൾ ലാറ്റ് പുൾ ഡൗണിൽ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ടേക്ക് ദ പ്രീ. ആൻഡ് എനിക്കിന്ന് പ്രീ വർക്കൗട്ട് വേണ്ടി വരും, കാരണം നല്ല ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ആയിരിക്കും. സോ ലെറ്റ്സ് ടേക്ക് ദ പ്രീ, സ്റ്റാർട്ട് ദ മ്യൂസിക് ആൻഡ് ലെറ്റ്സ് ഗോ ഓൺ ടു ദ വീഡിയോ. സോ ഏതൊരു വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പും ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് സ്ട്രെച്ചിങ്ങും വാമപ്പും. അത് ചെയ്തില്ലെങ്കിലാണ് നിങ്ങളുടെ മസിൽസിന് ഇഞ്ചുറീസും സ്റ്റിഫ്നെസ്സും ഒക്കെ ഉണ്ടാകുന്നത്. സോ ഇന്ന് ബാക്ക് വർക്കൗട്ട് ആയതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഡെഡ് ഹാങ് ആണ്. ഓൾറെഡി എൻ്റെ ബാക്ക് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടിരിക്കുക, അതുകൊണ്ട് നമുക്കൊന്ന് ഹാങ് ചെയ്യാം. അപ്പോൾ ആ വെയ്റ്റിൻ്റെ ഗ്രാവിറ്റി പുള്ള് കാരണം ബാക്കൊന്ന് ചെറുതായിട്ടൊന്ന് പുള്ളായിക്കോളും. ബാക്കിനൊക്കെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ പ്രശ്നത്തിലാവും. അതുകൊണ്ട് ബാക്കിനൊക്കെ ഒന്നും പറ്റാത്ത രീതിയിൽ വേണം വർക്കൗട്ട് സ്പ്ലിറ്റൊക്കെ ചെയ്യാനായിട്ട്. സോ ഗൈസ്, നമ്മുടെ സ്ട്രെച്ചിങ്ങും വാമപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാറ്റ് പുൾ ഡൗണിൽ നിന്നാണ്. സോ ഇങ്ങനത്തെ ഒരു റിസ്റ്റ് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്രിപ്പ് സ്ട്രെങ്ത് കിട്ടും. നമ്മുടെ കയ്യിലോട്ട് അധികം എഫക്റ്റ് വരാതെ നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബാക്കൊക്കെ അടിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു റിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് ബാക്കൊന്ന് നല്ലോണം സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഇട്ടത് തന്നെ 45 kg. സോ അതൊരു വാമപ്പ് സെറ്റായിട്ട് കൂട്ടിയാൽ മതി. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ചെയ്തത് വാമപ്പ് സെറ്റാണ്. അപ്പോൾ ഇനിയാണ് ഒരു പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. വാമപ്പ് സെറ്റ് 45 kg ചെയ്തത്. സോ അടുത്തത് വെയിറ്റ് കൂട്ടണം. ഇന്നലെ ആണെങ്കിൽ ഞാൻ ചെയ്തത് ആംസ് വർക്കൗട്ട് ആയിരുന്നുകൊണ്ട് ഇന്ന് ആംസൊക്കെ നല്ല ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ എന്ന് പറയുമ്പം ബോഡി ബിൽഡേഴ്സാണ്, ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സാണ്. അപ്പോൾ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മൾ സാധാരണ വർക്കൗട്ട് ചെയ്യുന്ന കണക്കല്ല അവർ വർക്കൗട്ട് ചെയ്യുന്നത്. അവർക്ക് എപ്പോഴും ആ ഒരു ഗോൾ എന്ന് പറയുന്നത് ആ ട്രോഫി കിട്ടണം, ആ ഒരു ടൈറ്റിൽ കിട്ടണം, ആ ഒരു ലെവലിലായിരിക്കും അവരുടെ വർക്കൗട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പാട്ടും കൂടി സെറ്റായി കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നൊന്നും അറിയത്തില്ല. ഓക്കെ, 65 kg ഫസ്റ്റ് വർക്കിംഗ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. എടുത്ത പ്രീ ഇപ്പോഴും അങ്ങോട്ട് ചാർജ് ആയിട്ടില്ല. ബട്ട് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെവി ആയിട്ട് ലാറ്റ് പുൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് എൻഗേജ് ആകുന്ന നമ്മുടെ ഫോർ ആംസ് ആയിരിക്കും. ഇത് ടയേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലൊരു സ്ട്രാപ്പ് ഉപയോഗിക്കുന്നത്. സ്ട്രാപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രിപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആവും. അപ്പോൾ നമുക്ക് ഇത് അധികം എൻഗേജ് ചെയ്യാതെ ലാറ്റ്സിലോട്ട് ഫുള്ള് കൊടുക്കാൻ പറ്റും. സോ ഫസ്റ്റ് വർക്കിംഗ് സെറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് സെക്കൻഡ് വർക്കിംഗ് സെറ്റ്. 85 kg. നമുക്ക് നോക്കാം ഒരു 6 to 7 reps അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. 85 kg എന്ന് പറയുമ്പോൾ എൻ്റെ ബോഡി വെയ്റ്റിനേക്കാളും ഒരു 3-4 കിലോ കൂടുതൽ. ഞാനിപ്പോൾ 80 kg ആണോ 81 kg ആണെന്ന് ഉറപ്പില്ല, നോക്കണം. അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഒരു 5 to 6 reps. അടിക്കാൻ പറ്റും, പക്ഷേ ഒരുപാട് റെപ്സ് അങ്ങോട്ട് പോകുന്നില്ല. ജസ്റ്റ് 5 to 6 reps നമ്മൾ ടയർഡാവുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് കുറയ്ക്കുക. ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു 70 kg 7 reps അടിക്കാൻ പറ്റുമോ നോക്കാം. ഒന്നും പറയാനില്ല, എൻ്റെ തലയൊക്കെ കറങ്ങുന്നു. സോ ഇതുപോലത്തെ വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ പവർ വേണം. അവരുടെ ഇൻടേക്കും അതേപോലെ പ്രോപ്പർ ആയിരിക്കും. ഇപ്പോൾ ഒരു നോർമൽ പേഴ്സൺ, ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറിനെ പോലെ ഫുഡ് കഴിക്കാതെ പോയി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് കിട്ടുന്ന റിസൾട്ട്സ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഇവരൊക്കെ എൻഹാൻസ് ബോഡി ബിൽഡേഴ്സാണ്. നാച്ചുറലി നമുക്ക് ആ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനൊരു നാച്ചുറൽ അത്ലറ്റാണ്. സോ ഞാൻ ചെയ്യുന്ന ബോഡി ബിൽഡിങ് ആണെങ്കിൽ പോലും നാച്ചുറലിയാണ് ഞാൻ സ്റ്റേജിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ലിമിറ്റ് വരും നമുക്ക്. പക്ഷേ വർക്കൗട്ടൊക്കെ നമുക്ക് മാക്സിമം പുഷ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് സിമെൻ്റ് സെയിം വർക്കൗട്ട് സ്പ്ലിറ്റാന്നേ ഉള്ളൂ. വെയിറ്റും കാര്യങ്ങളൊക്കെ എൻ്റേതായിട്ടുള്ള ലിമിറ്റിലാണ് പുഷ് ചെയ്യുക. കാരണം എനിക്ക് ഇഞ്ചുറി ഉണ്ടാക്കാൻ താല്പര്യമില്ല. നമുക്ക് ഒരു സെറ്റും കൂടി ഉണ്ട്. അത്രയേ ഉള്ളൂ. അതിനകത്ത് എൻ്റെ കാറ്റ് തീർന്ന്. ഇനി ഇതിനകത്ത് പുഷ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ലാറ്റ് പുൾ ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞു. സോ അടുത്ത വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡ് ഓവർ റോ ആണ്, അതും ബാർബെല്ല്. നിങ്ങളുടെ ജിമ്മിലൊക്കെ ഈ മെഷീൻ കാണും. ഈ മെഷീൻ ഉണ്ടെങ്കിൽ ആ മെഷീൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതിപ്പം ആ വീഡിയോക്കകത്ത് കാണിച്ചേക്കെന്ന് പറഞ്ഞാൽ നോർമൽ ഫ്രീ വെയ്റ്റിൽ ബെൻഡ് ഓവർ റോ ആണ്. അതുകൊണ്ട് ഞാൻ ബെൽറ്റ് ഇട്ടാണ് നമ്മൾ ചെയ്യാറ്. കാരണം ഒരുപാട് വെയിറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് ബെൽറ്റ് ഇടുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ സേഫ്റ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്.
ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഏത് ഫ്രീ വെയിറ്റ് ആണെങ്കിലും ഒരു 20-25 kg അപ്പുറത്തോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഉപയോഗിക്കാൻ നോക്കുക. 10 kg ഇത്ര ഞാൻ ചെയ്യുന്നുള്ളൂ, ഒരുപാട് വെയിറ്റ് ഇടുന്നില്ല. 10 kg 20ൻ്റെ ബാർ, റിവേഴ്സ് ഗ്രിപ്പാണ്. നല്ല ബെൻഡ് ചെയ്യുക. വെയിറ്റ് കുറവാണെങ്കിൽ നല്ല രീതിയിൽ ബെൻഡ് ചെയ്യാൻ പറ്റും. 1 2 3 4 5 6 7 8. കഴിഞ്ഞൊരു കോമ്പറ്റീഷൻ എൻ്റെ ബാക്ക് ഭയങ്കര വീക്കായിരുന്നു. എനിക്ക് ആ ഒരു വൈഡ് വി ടൈപ്പ് ഷേപ്പ് കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് മസിൽ ലോസും ഉണ്ടായി. അതുകൊണ്ട് ഈ ഓഫ് സീസൺ ഞാൻ കൂടുതലും ട്രൈ ചെയ്തത് ആ ഒരു ബാക്കിൻ്റെ വിട്ട് കൊണ്ടുവരാൻ വേണ്ടി. അതായത് ഇപ്പോൾ കണ്ടില്ലേ, ആ വിത്ത് കൊണ്ടുവരാൻ എനിക്ക് പറ്റി. അപ്പോൾ ഇനി ഉള്ളൊരു പ്രോപ്പർ കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ താടിയൊക്കെ പഠിച്ചപ്പോഴത്തേക്ക് കുറച്ച് നല്ല പ്രായം തോന്നിക്കുന്നില്ലേ. സോ 2 വേരിയേഷൻ കഴിഞ്ഞു. 2 വേരിയേഷൻ നല്ല അടിപൊളി വേരിയേഷൻസ് ആയിരുന്നു. ആൻഡ് ലാറ്റ്സ് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്, നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഫീല് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അടുത്ത വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സീറ്റഡ് ഡ്രോയിങ്ങാണ്. അതും കുറച്ച് വൈഡ് പൊസിഷനിൽ അപ്പർ ബാക്കിന് വേണ്ടി. സോ നമുക്കത് ചെയ്യാം. അത് ഓൾറെഡി 30 kg ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കത് വെച്ച് തന്നെ ചെയ്യാം. ഓക്കെയാണ്, ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ലൈഫിൽ പേഷ്യൻസ് ഇല്ലാത്ത ഒരു കാര്യം നടക്കത്തില്ല. ഞാൻ പറയുന്നത് വെപ്രാളപ്പെടാതിരിക്കുക. കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാം വന്ന് ചേരും. അതിപ്പം എന്നെ ജിമ്മിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്. കാരണം നമുക്കൊരിക്കലും ഒരു ഷോർട്ട് കട്ട് എടുത്തോണ്ട് ബോഡി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അതിനതിനായിട്ട് സമയം കൊടുത്തേ പറ്റൂ. 1 വർഷം 2 വർഷം എത്ര ടൈമാണോ ഓരോരുത്തരെയും ബോഡി അനുസരിച്ചിരിക്കും. പക്ഷേ അതിനുള്ള സമയം കൊടുത്തേ പറ്റൂ. ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ഒരു രീതിയിലുള്ള ഷോർട്ട് കട്ട്സ് എടുക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ അത് കഴിഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്ലൈൻ ബെഞ്ചിൽ ഡംബിൾ ഡ്രോയിങ്ങാണ്. ഇത് കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള വർക്കൗട്ടാണ്. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെൽറ്റ് ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ബാക്കിന് നല്ല രീതിയിലുള്ള പിടുത്തം വരും. സോ ഇപ്പോൾ ഏത് നമ്പർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. വീഡിയോ എടുത്തു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു. നമ്മൾ കുറച്ചും കൂടി കണ്ടൻറ്റൊക്കെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു. ഇപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാനുള്ള ആൾ നാട്ടിൽ പോയേക്കുക, ഇൻറ്റേൺഷിപ്പ് എന്നും പറഞ്ഞേ. ഓക്കെ, സോ അടുത്ത സെറ്റ് ചെയ്യുമ്പോൾ ക്യാമറ അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് ആവുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാം. റെഡി? 6 7 8
ശരിക്കും പറഞ്ഞ ഒരു ലോ കാർബ് ഡേ ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ കുഴയുന്നു. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു ലോ കാർബ് ഡേ ആയിരുന്നു. ബട്ട് ഹൗസ് ദ പമ്പ്? നാറ്റി ബ്രോ, നാറ്റി, നാച്ചുറൽ പവർ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ഡൗട്ട് തോന്നി തുടങ്ങി ഞാൻ സ്റ്റീറോയിഡ് ആണോ എന്ന്. പക്ഷെ അത് കുഴപ്പമില്ല, അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നു. എൻ്റെ സൈസ് കണ്ടിട്ട് ആൾക്കാർ ചോദിച്ചു തുടങ്ങി ഞാൻ സ്റ്റീറോയിഡ് ആണോ എന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡംബിൾ ഡ്രോയിങ്ങിൻ്റെ അതവിടെ തീർന്നു. അടുത്തത് ജസ്റ്റ് ഒരു കേബിൾ പുൾ ഓവറാണ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് സ്പ്ലിറ്റ് കഴിഞ്ഞു. അതും കൂടി ചെയ്തിട്ട് ഞാൻ ക്യാമറ ഓഫായി പോകുന്നതിന് മുമ്പേ അതും കൂടി അങ്ങ് ചെയ്ത് നിർത്താം. ഓക്കെ, ജസ്റ്റ് സോ ഇതാണ് ലാസ്റ്റ് വേരിയേഷൻ, കേബിളിനകത്ത് ഒരു പുൾ ഓവർ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു. പക്ഷേ ഇത് നല്ല രീതിയിൽ സ്ട്രെച്ച് കിട്ടുന്ന രീതി വേണം ചെയ്യാൻ. ലാറ്റ്സിൻ്റെ ഇവിടെ നിന്നും പൊസിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് സ്ട്രേറ്റ് വരും. അപ്പോൾ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കോൺട്രാക്ഷൻ ഫീൽ ചെയ്യും. പിടിച്ച് 6. One last time. സോ നമ്മുടെ സീമമിൻ്റെ വർക്കൗട്ട് സ്പ്ലിറ്റ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഐ ആം ആക്ച്വലി സോ ടയേർഡ് റൈറ്റ് നൗ. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ഓൾമോസ്റ്റ് ഓഫ് ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇഫ് യു വാണ്ട് ടു ബിൽഡ് യുവർ ബോഡി നാച്ചുറലി, ഡു ഫോളോ മീ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബിക്കോസ് ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. കാരണം ഞാൻ ഒരു നാച്ചുറൽ അത്ലറ്റാണ്. ഞാൻ ഇന്നേ വരെ ഒരു സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടില്ല. ഐ ക്യാൻ പ്രൗഡ്ലി സേ ഐ ആം എ ലൈഫ് ടൈം നാറ്റി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറലി എങ്ങനെ നിങ്ങളുടെ ബെസ്റ്റ് പീക്ക് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്കും ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ലെറ്റ്സ് ഗോ ഹോം ആൻഡ് ഹാവ് അവർ ലാസ്റ്റ് മീൽ ആൻഡ് വിൽ ഗോ ടു സ്ലീപ്പ്. ഓക്കെ, സീ യു ദെൻ, ബൈ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.